സന്ദീപിന് ജനിക്കാം. സന്ദീപിന്റെ പങ്കാളിത്തം സ്വാഭാവികമായും പി കെ കുഞ്ഞാലിക്കുട്ടിയെ പോലെ വളരെ പ്രധാനപ്പെട്ട UDF നേതാവ് അംഗീകരിച്ചു കഴിഞ്ഞു. സന്ദീപിന്റെ വിജയമാണ് പാലക്കാട് നഗരസഭയിൽ ഉണ്ടായത് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ സന്ദീപിന് കോൺഗ്രസിൽ സ്ഥാനം ഉറപ്പിക്കാം എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരുപക്ഷെ ഇവിടെ പരാജയപ്പെടുകയോ ഭൂരിപക്ഷം കുറയുകയോ ചെയ്തിരുന്നുവെങ്കിൽ സന്ദീപിന് നേരെ ഒരുപാട് ചോദ്യചിഹ്നങ്ങൾ ഉയർന്നതിനെയും അത് സംഭവിക്കും. പി സരിന് എന്ത് സംഭവിക്കും? രണ്ടാം സ്ഥാനമാണ് ഈ മാത്തൂരും കണ്ണാടിയും കിട്ടുമ്പോൾ ഉണ്ടാകുന്നതെങ്കിൽ സരിന് ആശ്വസിക്കാൻ വകയുണ്ട്. ഇടതുപക്ഷത്തിന് പറയാം, ഞങ്ങൾ വോട്ട് നില മെച്ചപ്പെടുത്തി, BJP-യേക്കാൾ മുന്നിൽ ഞങ്ങൾ എത്തി എന്ന് പറയാൻ കഴിയും. അങ്ങനെയാണ് സരിൻ നേടുന്നതെങ്കിൽ. അല്ല എങ്കിൽ എന്താണ് സംഭവിക്കുക? നേരത്തെ പറഞ്ഞ പോലെ അൻവർ ചിത്രത്തിൽ നിന്ന് മാറി ഇനി കാണാനുള്ളത് പി സരിന്റെ കാര്യമാണ്. സരിൻ എന്നുള്ള തീരുമാനം അത് ഇടതുമുന്നണി കൃത്യമായിട്ടുള്ള തീരുമാനമായിരുന്നു എടുത്തത് എന്നുള്ളതും കൂടി അറിയും. 1138 വോട്ടുകൾക്ക് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നിലാണ്. അത് ഭൂരിപക്ഷം ഒരുപക്ഷെ ഇനിയും വർദ്ധിച്ചേക്കാം, എന്തെങ്കിലും ഏറ്റക്കുറച്ചിൽ ഉണ്ടായേക്കാം. പക്ഷെ അപ്പോഴും വലിയ ലീഡിലേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥി എത്തുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. വരത്തൻ എന്ന പേരിട്ടാണ് രാഹുലിനെ ഇവിടെ പറഞ്ഞിരുന്നതെങ്കിൽ പോലും ഇനി പാലക്കാട്ട് ഈ വരത്തനായിരിക്കും MLA എന്ന കാര്യത്തിൽ സംശയമില്ല.